Hello students, welcome to this channel. ഇന്ന് നമുക്ക് LPP അതായത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിലെ ഗ്രാഫിക്കൽ മെത്തേഡിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നോർമൽ ലൈഫ് സിറ്റുവേഷൻ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യണം? മാത്തമാറ്റിക്കൽ മെത്തേഡിൽ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ മെത്തേഡിൽ അതായത് മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് 2 വീഡിയോസ് എന്ന് പറയുന്നത് എങ്ങനെ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലേഷൻ അതായത് LPP കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു LPP ഫോം ചെയ്തെടുക്കണം. ഇവിടെ LPP തന്നിട്ടില്ല, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഇവിടെ നമുക്ക് തന്നിട്ടില്ല. നോർമൽ ലൈഫിൽ ഒരാളുടെ സിറ്റുവേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ മാത്തമാറ്റിക്കലി കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിനെ സോൾവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എ സ്മോൾ സ്കെയിൽ മാനുഫാക്ചർ ഹാസ് പ്രൊഡക്ഷൻ ഫെസിലിറ്റീസ് ഫോർ പ്രൊഡ്യൂസിങ് 2 ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അപ്പോൾ 2 ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്, 2 പ്രോഡക്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്, പ്രോഡക്റ്റ് 1 ആൻഡ് പ്രോഡക്റ്റ് 2. അപ്പോൾ നമ്മളിവിടെ പ്രോഡക്റ്റ് 1 പ്രോഡക്റ്റ് 2 എന്ന് ഞാനിങ്ങനെ ടേബിൾ പോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറെ എന്താ കൊടുത്തിരിക്കുന്നത്? പ്രോഡക്റ്റ് 1 റിക്വയർസ് 15, 20 ആൻഡ് 10 മിനിറ്റ്സ്. അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 15, 10 ആൻഡ് 20 മിനിറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഏതിനാണ്? പ്രോഡക്റ്റ് 1ൽ 15 മിനിറ്റ്സ് വരുന്നുണ്ട്, 20 മിനിറ്റ്സ് വരുന്നുണ്ട്, 10 മിനിറ്റ്സ് വരുന്നുണ്ട്. അത് എന്തിനാണ്? ടു ഗ്രൈൻഡ്, അസംബിൾ ആൻഡ് ടെസ്റ്റ്. അപ്പോൾ ഗ്രൈൻഡ്, അസംബിൾ ആൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഗ്രൈൻഡിങ്, അസംബ്ലിങ്, ടെസ്റ്റിംഗ്, ഇത് 3നാണ് 15 മിനിറ്റ്സ്, 20 മിനിറ്റ്സ്, 10 മിനിറ്റ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി പ്രോഡക്റ്റ് 2, അതായത് ആദ്യത്തെ പ്രോഡക്റ്റ് 1 ആണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി പ്രോഡക്റ്റ് 2 വരുമ്പോൾ അതിൽ 7.5 മിനിറ്റ്സ്, 40 മിനിറ്റ്സ്, 45 മിനിറ്റ്സ് ആണ്. അപ്പോൾ 7.5 മിനിറ്റ്സ്, 40 മിനിറ്റ്സ്, 45 മിനിറ്റ്സ് ഫോർ വാട്ട്? ഗ്രൈൻഡിങ്, ഫോർ ഗ്രൈൻഡിങ്, അസംബ്ലിങ് ആൻഡ് ടെസ്റ്റിംഗ്, 3ഉം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ ഒരു ഐഡിയ, ഒരു ക്ലിയർ കട്ട് ഐഡിയ നമുക്കിവിടെ കിട്ടും. അതാണ് എളുപ്പം എന്ന് പറയുന്നത്. കാരണം നമുക്ക് മിസ്റ്റേക്ക് വരത്തില്ല. ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ്. ഇനി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ്, ഇഫ് ദ പ്രോഡക്റ്റ് 1 കോസ്റ്റ് ₹60 ആൻഡ് പ്രോഡക്റ്റ് 2 കോസ്റ്റ് ₹90. അപ്പോൾ കോസ്റ്റ് കോഎഫിഷ്യൻറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് CI എന്നെടുക്കുക. കോസ്റ്റ് കോഎഫിഷ്യൻറ്റ് CI ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? ₹60 ഫോർ പ്രോഡക്റ്റ് 1 ആൻഡ് ₹90 ഫോർ പ്രോഡക്റ്റ് 2 എന്ന് ഇവിടെ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കൂടാതെ ഇനി ഒരു കാര്യം കൂടി, അപ്പോൾ നമുക്കിവിടെ ഒരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. ദ പ്രൊഡക്ഷൻ റൺ കോൾസ് ഫോർ അറ്റ് ലീസ്റ്റ് 7.5 അവേഴ്സ് ഓഫ് ഗ്രൈൻഡിങ് ടൈം. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ വേർഡ്, ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വേർഡ്. അറ്റ്ലീസ്റ്റ് 7.5 അവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്ലീസ്റ്റ് എന്ന വാക്കാണ് അറ്റ് ദ ലീസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അറ്റ് ദ ലീസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മിനിമം 7.5 ആണ്. അതിൽ കൂടുതൽ വരാം, 7.5ഓ അതിൽ കൂടുതലോ വരാം. അറ്റ് ദ ലീസ്റ്റ് എന്ന് പറയുമ്പോൾ മിനിമം 7.5. സോ which is greater than or equal to 7.5. ഇനി അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്മോസ്റ്റ് എന്ന് പറയുമ്പോൾ അറ്റ് ദ മോസ്റ്റ്, അറ്റ് ദ മോസ്റ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം 7.5, ഇതാണ് മീനിങ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് എന്ന് പറയുമ്പോൾ അറ്റ് ദ ലീസ്റ്റ് മിനിമം 7.5 ഓർ ഗ്രേറ്റർ ദാൻ 7.5 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 20 അവേഴ്സ് ഓഫ് അസംബ്ലിംഗ് ടൈം, അറ്റ്ലീസ്റ്റ് 15 അവേഴ്സ് ഓഫ് ടെസ്റ്റിംഗ് ടൈം എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിമ്പിൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കണം? ഇവിടെ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് അറ്റ്ലീസ്റ്റ് എന്നുള്ള വേർഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അടുത്ത പോയിൻറ്റും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മിനിമം 7.5 അവേഴ്സ് ഫോർ ഗ്രൈൻഡിങ് ഉപയോഗപ്പെടുത്താം എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ശേഷമുള്ളത് നമ്മൾ അടുത്തത് കോസ്റ്റ് കോഎഫിഷ്യൻറ്റും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് കൺസ്ട്രെയിൻസ് ആണ്. ഓരോ കൺസ്ട്രെയിൻസ് ആയിട്ട് നമ്മളിതിൽ സെറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് പ്രോഡക്റ്റ് 1 കോസ്റ്റ് ₹60 ആൻഡ് പ്രോഡക്റ്റ് 2വിൻ്റെ കോസ്റ്റ് ₹90 എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 വേരിയബിൾസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ഒരെണ്ണം x1 എന്നും മറ്റൊന്ന് x2 എന്നും. അപ്പോൾ ഈ x1 x2 എന്നുള്ളത് നമ്മൾ ആർക്ക് അസൈൻ ചെയ്യും? ഈ ഗ്രൈൻഡിങ്, അസംബ്ലിംഗ്, ടെസ്റ്റിങ്ങിന് അസൈൻ ചെയ്യുമോ അതോ പ്രോഡക്റ്റ് 1 പ്രോഡക്റ്റ് 2വിന് അസൈൻ ചെയ്യുമോ? അപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഡൗട്ട് വരുവാണെങ്കിൽ കോസ്റ്റിൻ്റെ കൂടെ വരുന്നതാണ് ഈ വേരിയബിൾ, അതായത്
പെർ കോസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. പെർ പീസ് ആണെങ്കിൽ ₹60 ഇൻറ്റു ദ X1. അപ്പോൾ അതിൻ്റെ X1 വരുന്നെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന പ്രോഡക്റ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അല്ലാതെ ഗ്രൈൻഡിങ് അസംബ്ലിങ്ങിനല്ല നമ്മൾ വേരിയബിൾ അസ്യൂം ചെയ്യേണ്ടത്. നമ്മൾ X1 എന്ന് പറയുന്നത് പ്രോഡക്റ്റ് 1നെയും X2 എന്നത് പ്രോഡക്റ്റ് 2 എന്നും അസ്യൂം ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ₹60 ആൻഡ് ₹90 is given as the cost coefficients. Let X1 and X2 be the two variables. That means the number of units for the product 1 and product 2 എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടും എടുത്തതിന് ശേഷം ഫൈൻഡ് ദ അതായത് നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് മിനിമൈസ് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ്. അപ്പോൾ മിനിമൈസ് ദ കോസ്റ്റ് എന്ന് ഇവിടെ അവർ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മിനിമൈസേഷൻ ആയിരിക്കണം, മാക്സിമൈസേഷൻ അല്ല. ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസേഷൻ. എന്നിട്ട് നമുക്ക് ഈ പ്രോബ്ലത്തിനെ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് സോൾവ് ചെയ്യാം. സോ യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡ് വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം ആൻഡ് ഫൈൻഡ് ദ സൊല്യൂഷൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് X1 X2 നമ്മൾ അസ്യൂം ചെയ്തതിന് ശേഷം നമ്മുടെ നമ്പർ ഓഫ് പ്രോഡക്ട്സ് നമ്മൾ അസ്യൂം ചെയ്യണമല്ലോ. എന്നിട്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെയാണ് നമ്മൾ എടുക്കേണ്ടത്? മിനിമൈസ് ഇസെറ്റ്, കാരണം മിനിമൈസ് എന്ന് തന്നിട്ടുണ്ട്. മിനിമൈസ് ഇസെറ്റ് ഈക്വൽ ടു 60 X1 + 90 X2. അപ്പോൾ സബ്ജക്റ്റ് ടു കൺസ്ട്രൈൻസ് ഫോർ ഫസ്റ്റ് നമുക്ക് കൺസ്ട്രൈൻസ് വേണം. അപ്പോൾ കൺസ്ട്രൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കൺസ്ട്രൈൻ ആർക്കാണ്? ഗ്രൈൻഡിങ്ങിനാണ്. അപ്പോൾ ഗ്രൈൻഡിങ്ങിന് മാക്സിമം എത്ര അവേഴ്സ് വേണം അല്ലെങ്കിൽ മിനിമം എത്ര അവേഴ്സ് ആണ്. പക്ഷേ ഇവിടെ കൊടുത്തിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് 7.5 അവേഴ്സ് എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് 7.5 എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7.5. അറ്റ് ദ ലീസ്റ്റ് 7.5 ആവാം. അറ്റ് ദ ലീസ്റ്റ് 7.5. അറ്റ് മോസ്റ്റ് എന്ന് പറയുമ്പോൾ അറ്റ് ദ മോസ്റ്റ് മാക്സിമം എന്ന് പറയുന്നതാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 7.5 അവേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കി എല്ലാ വാല്യൂസും നമുക്കിവിടെ തന്നിരിക്കുന്നത് മിനിറ്റ്സിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ മിനിറ്റ്സിനെ നമ്മൾ ഒന്നുകിൽ ഈ വേരിയബിൾസിനെ എല്ലാം മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം അവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ മിനിറ്റ്സിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ രണ്ട് കാൽക്കുലേഷന് മിനിറ്റ്സിൽ കൺവേർട്ട് ചെയ്യണം. പക്ഷേ അവേഴ്സിലാണെങ്കിൽ ഇത് ഒരെണ്ണം കൺവേർട്ട് ചെയ്താൽ മതി. നമുക്കറിയാം 1 hour is equal to 60 minutes ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 7.5 hours is equal to 7.5 into 60 minutes. സോ ഇങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രൈൻ നമ്മൾ ഗ്രൈൻഡിങ്ങിനാണ് എഴുതുന്നത്. ഫോർ ഗ്രൈൻഡിങ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രോഡക്റ്റ് 1 ആൻഡ് പ്രോഡക്റ്റ് 2 എന്താണ് എന്ന് പറഞ്ഞ് നമ്മൾ എഴുതണം. അപ്പോൾ ഫസ്റ്റ് കൺസ്ട്രൈൻ എന്താണ്? 15 into X1 plus 7.5 into X2 is greater than or equal to 7.5 into നമ്മൾ ഇതിനെ അവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ 7.5 into 60 which is equal to 450. ഇനി നമുക്ക് അടുത്തത് സെക്കൻഡ് കൺസ്ട്രെയിൻ്റ് എന്ന് അസംബ്ലിങ്ങിനാവുമ്പോൾ 20 X1 + 40 X2. സോ അസംബ്ലിങ് വിത്ത് റെസ്പെക്ട് ടു പ്രോഡക്റ്റ് 1 ആൻഡ് പ്രോഡക്റ്റ് 2. സോ 20 into X1 + 40 into X2 is less than or equal to ആണോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ? ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇറ്റ് ഇസ് ഗിവൺ അസ് അറ്റ്ലീസ്റ്റ് 20 അവേഴ്സ്. അപ്പോൾ ഇതും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 into അവേഴ്സിനെ മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യുക. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഈക്വൽ ടു 1200 minutes. Now, last statement is for testing. What is that statement? അപ്പോൾ testing എന്നുള്ളത് ഏതാണ്? With respect to product 1 and product 2. അപ്പോൾ 10 minutes into product X1 plus 45 minutes into product X2, which is given here at least 15 hours എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ greater than or equal to 15 into 60, that is equal to 900 minutes എന്നാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൺസ്ട്രെയിൻസ് നമുക്ക് സെറ്റായി. ഇനി നമുക്ക് എഴുതാം. അപ്പോൾ നമ്മുടെ കൺസ്ട്രെയിൻസ് നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ എഴുതുമ്പോൾ 15 X1 + 7.5 X2 is greater than or equal to 450. 20 X1 + 40 X2 is greater than or equal to 1200. 10 X1 + 45 X2 is greater than or equal to 900. Therefore, at last the non-negative constraint ഏതാണ്? X1 X2 is greater than or equal to 0. ഇതെന്ന് പറയുന്നത് ഈ മൂന്ന് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ആണ്. മറക്കരുത്, these are known as the structural constraints, and the last statement is known as the non-negative constraint. This is known as non-negative constraint, and this one is the objective function.
Now we can solve this LPP by using graphical method. നമ്മളിപ്പോൾ വേറെ മെത്തേഡൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല, ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ സോൾവ് ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഗ്രാഫിക്കൽ മെത്തേഡ് എടുക്കുമ്പോഴത്തേനും ഫസ്റ്റ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നതെല്ലാം ഇൻഇക്വാലിറ്റീസ് ആണ്. ഈ ഇൻഇക്വാലിറ്റീസ് എല്ലാം ഇക്വാലിറ്റീസ് ആയിട്ട് എഴുതണം. അതായത് നമ്മളെങ്ങനെ എഴുതണം? 15x1 plus 7.5x2 is equal to 450. 20x1 plus 40x2 is equal to 1200. 10x1 plus 45x2 is equal to 900. At last x1 x2 greater than or equal to 0 എന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x1 is equal to 0 and x2 equal to 0. ഇനി നമുക്ക് ഓരോ ഇക്വേഷനായിട്ട് എടുത്ത് കാൽക്കുലേഷൻ ചെയ്യണം. ഇപ്പോൾ ഇത് ഓരോന്നും ഓരോ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ എന്നും ഇത് സെക്കൻഡ് ഇക്വേഷൻ എന്നും ഇത് തേർഡ് ഇക്വേഷൻ എന്നും എടുത്ത് നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിന് പ്രത്യേകിച്ച് കാൽക്കുലേഷൻ ഒന്നും വേണ്ട. അപ്പോൾ 1 2 3 എടുത്ത് സിംപ്ലിഫൈ ചെയ്ത്, അതായത് ഗ്രാഫ് ഷീറ്റിൽ ഇൻ്റർസെക്റ്റ് ആവുന്ന പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻസ് നമ്മൾ കണ്ടെത്തണം. ആ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടെത്തണമെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ്, സപ്പോസ് ഒരു വാല്യൂവിന് 0 ഇട്ട് കൊടുക്കുക, മറ്റൊരു വാല്യൂ കിട്ടും. അങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് x1 x2 കോർഡിനേറ്റ്സ് കണ്ടെത്തണം. എന്നിട്ട് വേണം കാൽക്കുലേഷൻ നമുക്ക് ഗ്രാഫ് വരയ്ക്കാനുള്ള കാൽക്കുലേഷൻ ചെയ്യാൻ. നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? 15x1 plus 7.5x2 is equal to 450. അപ്പോൾ ഞാനിങ്ങനെ ഒരു ടേബിൾ പോലെ വരച്ചിട്ടുണ്ട്. അതിൽ x1ന് 0 ഇട്ട് കൊടുക്കണം, x2ന് 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ x1ന് 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? When x1 equal to 0, 15 into 0 plus 7.5x2 equal to 450. അന്നേരം നമുക്ക് വരുന്നത് എന്താ? x2 equal to 450 divided by 7.5 equal to 60. അപ്പോൾ x2 equal to എത്ര? 60. ഇനി when x2 equal to 0 ഇടുമ്പോൾ നമുക്കിവിടെ 15x1 plus 0 equal to 450. അതായത് x1 equal to എത്ര? 450 divided by 15 equal to 30. അപ്പോൾ x1 equal to 30 ഇവിടെ എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മുടെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് വാട്ട് ആർ ദ പോയിൻറ്റ്സ് ഹിയർ? 0, 60 ആൻഡ് 30, 0. ഇതാണ് 30, 0. ഇതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പോൾ 0, 60 ആൻഡ് 30, 0. നമുക്കിനി ഗ്രാഫ് വരയ്ക്കാം. ഫസ്റ്റ് ഈ ലൈൻ എങ്ങനെ പ്ലോട്ട് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? 0, 60. 0, 60 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിൻ്റ് ആയിരിക്കും വരുന്നത്. ഇതാണ് 0, 60. ഇനി ഒരെണ്ണം എന്താണ്? 30, 0. ഈ ലൈനാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. വി ക്യാൻ ഡ്രോ എ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ് പാസിംഗ് ത്രൂ ദിസ് പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയ പോയിന്റ് ഏതാണ്? നമുക്ക് കിട്ടിയ പോയിന്റ് ഇവിടെ 0, 60. ഈ പോയിൻ്റ് എന്താണ്? 30, 0. കിട്ടിക്കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? 20x1 plus 40x2 equal to 1200. അന്നേരം when x1 equal to 0 ഇടുമ്പോൾ 40x2 equal to 1200. അപ്പോൾ x2 equal to 30 വരുന്നുണ്ട്. അപ്പോൾ x2 equal to എത്ര? 30. ഇനി അടുത്ത പോയിന്റ് നമ്മൾ x2 equal to 0 ഇടുമ്പോൾ 20x1 equal to 1200 വരുന്നുണ്ട്. അവിടെ നിന്ന് x1 equal to ഇതിൽ നമ്മൾ 0, 0 ക്യാൻസൽ ആവുന്നുണ്ട്. ഇത് എത്ര? 12, 6 times. അപ്പോൾ 60 ആണ് ആൻസർ. x1 equal to 60 and x2 equal to 0. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന പോയിന്റ് ഏതൊക്കെയാണ്? 0, first one 0, 30 and second point 60, 0. 0, 30 and 60, 0. അതാണ് നമുക്ക് വരുന്ന പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നമുക്ക് എങ്ങനെ പ്ലോട്ട് ചെയ്യാം? We shall draw the diagram. 0, 30. 0, 30 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് ആണ് വരുന്നത്. See, this point is 0, 30 and another point is, what is the next point? The next point is 60, 0. അപ്പോൾ ഇവിടെ 60, 0. ഇവിടുന്ന് അങ്ങോട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കണം. So this is the line 0, 30 and 60, 0. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ഏതാണ്? 10x1
plus 45x2 equal to 900. അവിടെയും നമ്മൾ x1 equal to 0, x2 equal to 0 substitute ചെയ്യുക. When x1 equal to 0 എന്തായിരിക്കും വരുന്നത്? 45x2 equal to 900. Therefore x2 equal to 900 divided by 45, that is equal to 20. ഇനി രണ്ടാമത്തെ പോയിന്റ്, when x2 equal to 0, 10x1 is equal to 900. Therefore x1 equal to 900 by 10 equal to 90. ഞാനിവിടെ ഇനി ടേബിളിൽ എൻ്റർ ചെയ്യാം. x1 0 കൊടുത്തപ്പോൾ ആൻസർ x2 എന്താണ്? x2 ആൻസർ ഇസ് 20. and when x2 equal to 0 ഇട്ട് കൊടുത്തപ്പോൾ x1 equal to 90. അപ്പോൾ നമ്മുടെ പോയിന്റ് ഏതൊക്കെയാണ്? 0, 20 and 90, 0. ഇത് നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. 0, 20 and 90, 0. അപ്പോൾ 0, 20 എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് 0, 20 and 90, 0 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിൻ്റാണ് 0, 20, 90, 0. ഇപ്പം നമുക്ക് ഈ ലൈനിൽ നിന്ന് ഇവിടുന്ന് ഒരു ലൈൻ നമുക്ക് വരയ്ക്കാം. Draw a straight line starting from the point 0, 20 to 90, 0. Okay, this is the line. So നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ഷെയ്ഡ് ചെയ്ത് വെക്കാം. 0, 20 and 90, 0. So അപ്പോൾ നമ്മുടെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ്? നമ്മുടെ 3 സ്ട്രെയിറ്റ് ലൈൻസ് നമ്മൾ വരച്ചു കഴിഞ്ഞു. അതായത് 3 ഇൻഈക്വാലിറ്റീസ് എടുത്തിട്ട് നമ്മൾ 3 ലൈൻസ് നമ്മൾ വരച്ചു. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എടുത്തു, രണ്ടാമത്തെ ഇക്വേഷൻ, മൂന്നാമത്തെ ഇക്വേഷൻ, 3 ഇക്വേഷനും പ്ലോട്ട് ചെയ്തപ്പോൾ വരുന്ന കണ്ടീഷൻ എന്താണ്? അപ്പോൾ റീജിയൻ നമുക്കിനി ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്, ഫീസിബിൾ റീജിയൻ എവിടെയാണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഇക്വേഷൻ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന ഈ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ആണ്. അതായത് ഈ ഇക്വേഷൻ 15x1 + 7.5x2 ഈക്വൽ ടു 450 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വൽ ടു. അപ്പോൾ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിൻ്റെ താഴെയുള്ള റീജിയൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഈ ലൈനിൻ്റെ മുകളിൽ വരുന്ന റീജിയനാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ 3 ലൈൻസിൻ്റെ കോമൺ റീജിയൻ എന്ന് നോക്കുമ്പോൾ നോക്കുമ്പോൾ എന്തായിരിക്കും കോമൺ റീജിയൻ? ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ്റെത് എബവ്, അതിനാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത്, എബവ് ദ റീജിയൻ. അപ്പോൾ 20x1 + 40x2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മുകളിൽ, ഈ ലൈനിൻ്റെ ഫുള്ള് മുകളിൽ വരുന്ന റീജിയനാണ്. ഇനി 10x1 + 45x2 ഈക്വൽ ടു 900 എന്ന് പറയുമ്പോൾ ഈ ലൈനിൻ്റെ മുകളിൽ വരുന്നതാണ്. അപ്പോൾ ഇത് 3ൻ്റെ കോമൺ സ്പേസ് എന്ന് പറയുന്നത്, അതായത് കോമൺ ആയിട്ട് ഒരു സ്ഥലം കാണും. ഈ 3 ലൈനും കൂടെ കോമൺ. ഈ ലൈനാണെങ്കിൽ ഇതിൻ്റെ മുകളിലായിരിക്കും വരുന്നത്, ഇതിൻ്റെ മുകളിലായിരിക്കും ഈ ലൈനിൻ്റെ റീജിയൻ വരുന്നത്, ഇവിടെ വരുന്നത് ഇതിൻ്റെ മുകളിലായിരിക്കും വരുന്നത്. അപ്പോൾ ഈ ലൈനിൻ്റെ റീജിയൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ റീജിയൻ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലായിരിക്കും വരുന്ന റീജിയൻ. അപ്പോൾ എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ട് വരുന്ന റീജിയൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈൻ ആണ്. അതായത് ഈ റീജിയൻ ഞാനിവിടെ വരച്ചിരിക്കുന്ന റെഡ് കളർ ലൈൻസിൽ വരച്ചിരിക്കുന്ന റീജിയനാണ്. അങ്ങ് എക്സ്റ്റെൻഡ് ആയി പോവും. അപ്പോൾ അതിൻ്റെ മാക്സിമം പോയിൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അറിയാവോ? ഇല്ല. ഇതെവിടം വരെ പോവും അറിയില്ല. മാക്സിമം ഇൻഫിനിറ്റി വരെ ആണെങ്കിൽ ഇൻഫിനിറ്റി വരെ പോവും. അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഞാനതുകൊണ്ടാണ് പർട്ടിക്കുലർലി കുറച്ച് ഡിസ്റ്റൻസ് വരെ ഷെയ്ഡ് ചെയ്തിട്ട് അങ്ങ് വിട്ടത്. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്ന റീജിയൻ എന്ന് പറയുന്നത്, നമുക്കിവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഏതിന് മുകളിലായിരിക്കും ശരിക്കും വരേണ്ടത്? നോക്കിക്കേ, എക്ക് മുകളിൽ, എ എന്ന പോയിൻറ്റിൻ്റെ മുകളിൽ, ബി എന്ന പോയിൻറ്റിൻ്റെ മുകളിൽ, സി, ഡി, ഇത്രയും പോയിൻറ്റ്സിൻ്റെ മുകളിൽ വരുന്ന ഷെയ്ഡഡ് റീജിയനാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് എ, ബി, സി, ഡി ആണ്. ദെയർഫോർ ദ ഫീസിബിൾ റീജിയൻ is A, B, സി, ഡി. ഇനി എ പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എ പോയിൻ്റ് എന്താണ്? നമുക്കിവിടെ ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം. എ പോയിൻ്റ് 0,60. അതിവിടെ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്, 0,60. ഇനി അടുത്ത പോയിൻ്റ് ബി പോയിൻ്റ്. ബി പോയിൻ്റ് എന്താണ്? നമുക്ക് ഈ ഗ്രാഫിൻ്റെ ലൈൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് നോക്കിക്കേ, ഏത് പോയിൻ്റാണ് വരുന്നത്?
ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ അറിയാം 20 20 ആണ്. അപ്പോൾ ബി എന്ന പോയിൻറ്റ് 20,20. സി എന്ന പോയിൻ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇച്ചിരി പാടായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അത് നമുക്ക് ഈ ഗ്രാഫിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഗ്രാഫ് ഷീറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തേനെ, ബട്ട് ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഉടനെ ഈ ഇൻ്റർസെക്റ്റ് ആവുന്ന ഈ രണ്ട് ലൈൻസിൻ്റെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, അതായത് സി ഏത് ലൈനാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കണം. അതായത് നോക്കുമ്പോൾ ഏതാണ് 20x1 + 40x2 = 1200. മറ്റൊന്ന് ഏതാണ്? സി 20x1 + 40x2 = 1200. മറ്റൊന്ന് 10x1 + 45x2 = 900. അപ്പോൾ ഈ രണ്ട് ലൈൻസാണ് ഇവിടെ ഇൻ്റർസെക്റ്റ് ആവുമ്പോൾ കിട്ടുന്ന പോയിൻ്റാണ് സി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ഇക്വേഷൻസിനെ സോൾവ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ അതിൽ നിന്ന് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാം. അതിന് പിന്നെ ഡി എന്ന പോയിൻ്റ് എന്താണ്? ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം, എഴുതിയിട്ടുണ്ട് 90,0. അപ്പോൾ നമുക്ക് സി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സി എങ്ങനെയാണ് എടുക്കേണ്ടത്? സി ടു ഫൈൻഡ് സി വി ഹാവ് ടു സോൾവ് ദ 2 ഇക്വേഷൻസ്. അത് ഏതൊക്കെയാണ്? 10x1 + 45x2 = 900 ആൻഡ് 20x1 + 40x2 = 1200. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 എന്നെടുക്കുന്നു. ഫസ്റ്റ് ഇക്വേഷൻ ഇൻറ്റു 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? 20x1 + 90x2 = 1800. എന്നിട്ട് സെക്കൻഡ് ഇക്വേഷൻ എഴുതുക, സബ്ട്രാക്ട് ചെയ്യുക. ഫസ്റ്റ് ഇക്വേഷന് സെക്കൻഡ്, ഈ രണ്ട് ഇക്വേഷൻസും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എന്താണ്? 50x2 = 600. ദാറ്റ് മീൻസ് x2 = എന്താണ്? 12. ഇനി 12 ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റൊരു ഇക്വേഷനിലോട്ട് ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഇക്വേഷൻ നമ്പർ 1-ലോ 2-ലോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അന്നേരം നമുക്ക് വരുന്ന ആൻസർ എന്താ? 10x1 = ഇവിടെ 900 - 540, അതായത് 360. x1 = 36. അപ്പോൾ സി എന്ന പോയിൻ്റ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായത്? കാരണം അത് കറക്റ്റ് ആ പോയിന്റിൽ മാർക്ക് ആവുന്നില്ലായിരുന്നു, ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏത് പോയിൻ്റാണ്? 36,12 ഇസ് ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അതാണ് നമുക്ക് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ സി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത പോയിൻറ്റ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്കെടുത്ത് സോൾവ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ സി എന്ന് പറയുന്നത് 36,12 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇത് നമ്മൾ സോൾവ് ചെയ്ത് എടുത്തു കഴിഞ്ഞല്ലോ. ഇനി നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര പോയിൻറ്റ്സ് ഉണ്ട്? എ ബി സി ഡി. അപ്പോൾ ഈ 4 പോയിൻറ്റ്സിൽ നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലോട്ട് ഫൈനൽ ആൻസർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണ്? മിനിമൈസ് ഇസെറ്റ് = 60x1 + 90x2 ആണ് നമ്മുടെ ഇക്വേഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ അന്നേരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ എന്ന പോയിന്റ് ഏതാണ്? 0,60. അത് നമ്മൾ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? 0,60. ദാറ്റ് ഇസ് 60 × 0 + 90 × 60. ദാറ്റ് ഇസ് ഈക്വൽ ടു, വാട്ട് ഇസ് ആൻസർ ഹിയർ? 5,400. Now 60 × 20 + 90 × 20. So that is equal to 1,200 + 1,800. That is equal to 3,000. ഇനി സി എന്ന പോയിന്റ് എന്താണ്? വാട്ട് ഇസ് സി പോയിന്റ്? ഇറ്റ് ഇസ് 36,12. അപ്പോൾ ഇവിടെ ഇസെറ്റ് = 60 × 36 + 90 × 12. That is equal to 3,240. Next one, last answer D = എന്താണ്? 90,0. That is Z = 60 × 90 + 90 × 0. That is equal to 5,400. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? വാട്ട് ഇസ് ദ മെയിൻ എയിം ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? ഇസ് ടു മിനിമൈസ് ദ കോസ്റ്റ് ഓപ്പറേഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഹെൻസ് ദ സൊല്യൂഷൻ ഈസ്, വാട്ട് ഇസ് ദ സൊല്യൂഷൻ ഹിയർ? ഈസ് ഏതാണ് നമ്മുടെ ഇതിൽ ഏറ്റവും ലീസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്? വിച്ച് ഇസ് ദ ലീസ്റ്റ് ആൻസർ? ഇവിടെ ഹയസ്റ്റ് ആൻസർ 5,400 ഉണ്ട്, 3,240 ഉണ്ട്, 3,000 ഉണ്ട്. അപ്പോൾ വിച്ച് ഇസ് ദ ലീസ്റ്റ് ആൻസർ? ഇറ്റ് ഇസ് 3,000. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ് ഏതാണ്? ബി. ദ സൊല്യൂഷൻ ഈസ് ഏത് പോയിന്റ് ആണ്? ബി ഓഫ് 20,20. ദാറ്റ് മീൻസ് എന്താണ്? x1 is equal to 20 and x2 is equal to 20. Therefore, the solution is Z is equal to 3,000
answer. So this is the required answer. Therefore Z is minimum at the point B. അപ്പോൾ ആ B പോയിന്റിൽ നമുക്ക് മിനിമം എത്ര പ്രോഡക്റ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാക്സിമം 20 യൂണിറ്റ്സ്, X1 X2 യൂണിറ്റ്സ് എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ X1 എന്ന് പറയുന്നത് 20 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് 1 ആൻഡ് 20 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് 2. 20 units of product 2 may be manufactured so that the cost is minimum at rupees. Cost minimum of rupees 3000. അപ്പോൾ മാക്സിമം മിനിമം നമുക്ക് 3000 റുപ്പീസ് കൊണ്ട് 20 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് 1ഉം 20 യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് 2ഉം മാനുഫാക്ചർ ചെയ്യാം എന്നുള്ളതാണ് ഒരു ഗ്രാഫിക്കൽ മെത്തേഡിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു സൊല്യൂഷൻ. സോ ഹോപ്പ് യു കുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.